അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റോക്കിൻ്റെ കഥ എന്ന് പറയുന്നത്, എനിക്കിതിനു മുമ്പ് 2 ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, 2ൻ്റെ പേര് മിലി എന്നായിരുന്നു. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിനോട് എനിക്കെന്തോ ഫസ്റ്റ് തന്നെ ജർമ്മൻ ഷെപ്പേർഡ് വാങ്ങിയതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് മാറാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. എനിക്ക് ജർമ്മൻ ഷെപ്പേർഡിനോട് തന്നെയാണ് പൊതുവേ. അപ്പോൾ ഭയങ്കര ഞാൻ മെൻ്റലി ഭയങ്കര ഈ ഒരു ബ്രീഡിനോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ളൊരു ഡോഗ്, നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് ഡോഗ് ഉണ്ടായിരുന്നത് ബസ് ഇടിച്ചിട്ട് മരിച്ചു പോയി. സെക്കൻഡ് ഡോഗ് എന്ന് പറയുന്നത് ആരോ വിഷം വെച്ചിട്ട് മരിച്ചു പോയി. അപ്പോൾ അങ്ങനെ 3rd ഡോഗാണ് റോക്കി എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഫീമെയിലായിരുന്നു, ഇത് മെയിലാണ്. റോക്കി എന്ന് പറയുന്നത് മെയിലാണ്. അപ്പോൾ അങ്ങനെ റോക്കിക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2.5 വയസ്സായിട്ടാണ്. 2 വയസ്സാവുന്നു, 2.5 വയസ്സാവും. അപ്പോൾ എന്താ പറയുക, റോക്കി എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടിയായിട്ട് കൊണ്ടുവന്നാണ്. കുഞ്ഞു കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ, ഇത്ര ഉണ്ടാവും. ആ കുഞ്ഞു കുട്ടിയായി കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ വളരും. അനിയത്തി എപ്പോഴും പറയുമായിരുന്നു, റോക്കിൻ്റെ ഫോട്ടോ എടുക്കണം പറഞ്ഞ് കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പെട്ടെന്ന് വളർന്ന് വലുതായി എന്ന് നോർമലി പറയും. അപ്പോൾ ഇവൻ നമ്മുടെ അടുത്ത് ഭയങ്കര പാവം പോലെയാണ്, കുഞ്ഞു കുട്ടിനെ പോലെയാണ്. ഇങ്ങനെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാൻ നോക്കിയോ, ഉണ്ടാവും അല്ലേ. നോർമലി നമ്മുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞു കുട്ടിനെ പോലെയാണ് കാട്ടുക. കണ്ടില്ലേ, കുഞ്ഞു കുട്ടികളെ പോലെ എന്താ പറയുക, ഇങ്ങനെ ശരിക്കും ഒരു കുഞ്ഞുകുട്ടി നമ്മുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുക അതുപോലെയാണ് കാട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ കാണുന്നത് നോക്കണ്ട, ആൾ നല്ലപോലെ ഫെറോഷ്യസ് ആണ്, ആൾ നല്ലപോലെ ഇതാണ്. ഇതുവരെ നമ്മുടെ അടുത്ത് അഗ്രസീവായിട്ട് പെരുമാറുക അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവന് ബാക്കിയുള്ള ഡോഗ്സായിട്ട് ടോമി ആയിട്ട് ശരിക്കും ഒത്തുപോവില്ല. അതുപോലെ തന്നെ ഒരിക്കൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ആൽഫി ഉണ്ടല്ലോ, ആൽഫിനെ എടുത്തിട്ട് കടിച്ചു പിടിച്ച് വെളിയിലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില ഡോഗുകളായിട്ട് നല്ലപോലെ ചില സമയത്ത് അഗ്രസീവ് ആയതുകൊണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇതുവരെ അഗ്രസീവ് ആവുക അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങേറ് കാര്യങ്ങൾ ഞാൻ ചില വീഡിയോസ് ഇട്ടുണ്ടാവും. ഇവൻ ചിക്കൻ കഴിക്കുന്ന പാത്രത്തിൽ കൈയിട്ടാൽ പോലും ഇവൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യില്ല. അത്രത്തോളം അത്യാവശ്യം വെൽ ട്രെയിൻഡാണ്, നോർമലാണ്, അത്യാവശ്യം വെൽ ട്രെയിൻഡാണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിരുന്ന വീഡിയോസിലൊക്കെ. അപ്പം ഇവനെ നമ്മളങ്ങനെ വേറെ പുറത്തുകൊണ്ടുപോയി ട്രെയിൻ ചെയ്യുന്നതല്ല, നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ട്രെയിൻ ചെയ്യണം. വാ ഓക്കെ, വാ ഓക്കെ. ഇതൊക്കെ ഇവനെ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സംവിധാനങ്ങളാണ്. ഓക്കെ, ഗുഡ് ബോയ്, ബാ കം ഹിയർ, ഗുഡ് ബോയ്, സിറ്റ്, ഗുഡ് ബോയ്, സ്റ്റേ, boy, Allah, good boy. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ കൂട്ടെന്ന് പറഞ്ഞാലേ പുറത്തിറങ്ങുള്ളൂ. കൂട് തുറന്നു വെച്ചിട്ടും നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങില്ല. ഇതൊക്കെ നമ്മൾ തന്നെ പറഞ്ഞ് എന്തായാലും അറിഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം ഈ കൂട്ടത്തിലുള്ളതിൽ അത്യാവശ്യം വെൽ ട്രെയിൻ എന്ന് പറയുന്നത് റോക്കിയാണ്. ഓക്കെ, ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ റോക്കി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫെറോഷ്യസ് ആണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇവൻ. നോർമലി നമ്മൾ തൊടിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അലേർട്ടാവും. അലേർട്ടാകുന്ന മോഡ് ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ചെവിയൊക്കെ കൊടുത്തിട്ട് നോക്കുന്നുണ്ടില്ല എന്താണ് സംഭവം. ഞാൻ നോർമലി അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരോ എന്തോ സംഭവം, അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് എന്താണെന്ന് പറഞ്ഞിട്ട്. കണ്ടില്ല, അവനിപ്പോൾ നോക്കാൻ പോയിരിക്കുകയാണ്. അവിടെ എന്തോ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി, അതാണ്. അപ്പോൾ അവനോട് നോക്കണം. നോക്കിയിട്ട് വേറെ ഓക്കെ. ഓക്കെ, ഗുഡ് ബോയ്, ഓടി വാ, ബാ, ഗുഡ് ബോയ്, ബാ, ഓടി വാ, കമ്മി, ഓടി വാ, റോക്കി വാ, കമ്മി, ബാ, കമ്മി, ബാ, റോക്കി വാ, കമ്മി, ഗുഡ് ബോയ്, ബാ, റോക്കി വാ, ഓടി വാ, ഗുഡ് ബോയ്. അപ്പോൾ അതാണ്, കണ്ടില്ല. അത്യാവശ്യം നമ്മുടെ ഇവിടെ ഫാമിലി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് റോക്കിയാണ്. അപ്പോൾ റോക്കി എന്ന് പറയുന്നത് ഒരേ സമയം കുഞ്ഞിക്കുട്ടിയാണ്, അതേസമയം ഫെറോഷ്യസ് ആയിട്ടുള്ള ബ്രീഡുമാണ് റോക്കി. മനസ്സിലായല്ലോ?
അപ്പോൾ അതാണ് റോക്കിൻ്റെ കഥ.